പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റു പറയുന്നതിനും ഞങ്ങളെ നീ ശക്തരാക്കണമേ. സകലരെയും നാഥായ നീക്കും. I
അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തെയും നാഥായി നീക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യജനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊക്കെ വളർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലരെയും നാഥായി നീക്കും. അക്കാലത്ത് ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവർ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. അവനെ തുടർന്ന് രഹസ്യത്തിൽ വളർത്തിയത് ദുഷ്കാരമായി തീർന്നപ്പോൾ അവൻ ഞാനെന്ന കൊണ്ട് നെയ്ത് കളിമണ്ണും താറ് പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. നദീതീരത്തുള്ള ഞാനെന്ന ചെടികൾക്കിടയിൽ പേടകം കൊണ്ടുവച്ചെന്ന് വെച്ചു. അവനെ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി കുറെ അകലെ കാലത്ത് നിന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി കുളിക്കുവാൻ നദിയിലേക്ക് ഇറങ്ങി. അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു. രാജകുമാരി ഞാനെന്ന ചെടികൾക്കിടയിൽ ആ പേടകം കണ്ടു. ഒരു ദാസിയെ അയച്ച് അവൾ അത് എത്തിച്ചു. തുറന്നു നോക്കിയപ്പോൾ അവൾ ഒരു ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. ഇതൊരു എബ്രായ ശിശുവാണെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടി കുഞ്ഞിനെ മുലയൊക്കെ വളർത്തുന്നതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വരികയോ? ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അവൾ പോയി ശിശുവിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൊക്കെ വളർത്തുക. ഞാൻ എനിക്ക് ശമ്പളം തന്നുകൊള്ളാം. അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി. ശിശു വളർന്നപ്പോൾ അവൾ അവന് ഫറവോയുടെ പുത്രിയുടെ അടുത്ത് കൊണ്ടുചെന്നു. അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തു എന്നുകൊണ്ട് പറഞ്ഞ അവൾ അവൻ മോശ എന്ന് പേരിട്ടു. Hallelujah.
കർത്താവായ ശിവനായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സർവ്വതിന്റെയും നാഥായനേക്കും. എന്റെ സഹോദരൻ വിശുദ്ധ തിമോഥെയോസ് എഴുതിയ രണ്ടാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്ന് വ്രണം പോലെ പടർന്നു പിടിക്കും. ഇക്കൂട്ടത്തിൽ പെട്ടവരാണ് ഹ്യൂമനോസും ഫിലേത്തോസും. പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. ചിലരുടെ വിശ്വാസത്തെ അവർ തകിടം മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. അതിൽ ഇങ്ങനെ മുദ്രിതമായിരിക്കുന്നു: കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവയെ അറിയുന്നു. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ട് വെള്ളി കൊണ്ട് തീർത്ത പാത്രങ്ങൾ മാത്രമല്ല, മരം, മണ്ണ് ഇവ കൊണ്ട് തീർത്തവയും ഉണ്ടാകും. അവയിൽ ചിലത് മാന്യമായ കാര്യങ്ങൾക്കും ചിലത് മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്നും തന്നെ ശുദ്ധീകരിക്കുമെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകനും പ്രയോജനകരവും ഏതൊരു നല്ലൊരു കാര്യത്തിനും ഉപയോഗയോഗ്യവുമായി വിശുദ്ധ പാത്രമാകും. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ചാടി ഓടി അകലുക. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ ലക്ഷ്യം വയ്ക്കുക. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവരും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാനാകുന്ന അനുതാപം കർത്താവ് അവർക്ക് നൽകിയെന്ന് വരാം. പിശാച് തന്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കണം.
നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവ് ജോസഫിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവൻ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കാലവോസ് ആണ് പിതാവായ ഹെറോദേസ് സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പിനനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായനെ വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. കുടുംബത്തെ തിരുക്കുടുംബമാക്കുക. സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മതപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്നത്തെ വായനകളിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കുടുംബത്തെ തിരുകുടുംബമാക്കി മാറ്റുവാനായിട്ട് പരിശ്രമിക്കണമെന്ന്. അതോടൊപ്പം തന്നെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിന് പദ്ധതികളുണ്ട് എന്ന്. ആദ്യ വായനയിലൂടെ മോശയെ കുറിച്ചാണ് നാം ശ്രമിച്ചത്. മോശയുടെ അമ്മയ്ക്ക് നദിയിൽ ഉപേക്ഷിക്കേണ്ടതായി വരികയാണ്. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ശിശുവിനെ കൊന്നു കളയുക ചിന്തയ്ക്ക് അധീനമാണ്. അതുകൊണ്ട് നദിയിൽ ടാർ കൊണ്ട് പൊതിഞ്ഞ ഒരു പെട്ടിയുണ്ടാക്കി അതിൽ ആ കുഞ്ഞിനെ നിക്ഷേപിക്കുകയാണ്. ആ കുഞ്ഞിന് എന്ത് സംഭവിക്കും എന്ന് പാത്തിരുന്ന് ആ കുഞ്ഞിന്റെ സഹോദരി നോക്കുകയാണ്. ആ കുഞ്ഞിനെ എടുത്തു വളർത്തുവാനായിട്ട് ഫറവോയുടെ പുത്രി തയ്യാറാകുകയാണ്. ആ കുഞ്ഞ് വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള മോശ എന്ന പേരും ആ ശിശുവിന് നൽകപ്പെടുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയെ കുറിച്ചാണ് പറയുക. അവൻ അപകടത്തിൽ പെടുകയാണ്. ഹെറോദേസ് രാജാവ് അവനെ വധിക്കുവാനായി തീരുമാനിക്കുന്നു. 2 അതിൽ താഴെയും പ്രായമുള്ള കുഞ്ഞുമക്കളെ വധിക്കണമെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. എങ്ങനെയാണ് ആ ശിശു രക്ഷപ്പെട്ടത് എന്ന് സുവിശേഷം വെളിപ്പെടുത്തുകയാണ്. ഈ സുവിശേഷം ഭാഗത്ത് നമുക്ക് പ്രത്യേകമാവിധം 3 കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്, പ്രശ്നങ്ങളിൽ ദൈവേഷ്ടം ആരായുവാനായിട്ട് പരിശ്രമിക്കണം. അപ്പോഴാണ് കുടുംബങ്ങൾ തിരുക്കുടുംബമായി മാറുക. നസ്രത്തിൽ തിരുക്കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ കുടുംബമാണ്. പരിശുദ്ധ അമ്മയുടെ ഗർഭധാരണം അന്നുവരെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത, പിന്നീട് ഒരിക്കലും സംഭവിക്കാത്ത അസംഭവ്യമായ സംഭവം സംഭവിക്കുന്നു. പുരുഷനറിയാതെ ഗർഭിണിയാകുക. കുഞ്ഞിനെ പ്രസവിക്കേണ്ട സമയമായി പ്രസവിക്കുവാനായിട്ട് ഒരു ഇടമന്വേഷിച്ചിട്ട് കിട്ടാത്ത അവസ്ഥ പ്രശ്നമാണ് നസ്രത്തിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. യൗസേപ്പിതാവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ദൈവം കാക്കട്ടെ എന്ന്. ഇതെന്റെ മകനല്ല, ദൈവത്തിന്റെ മകനാണ്, പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായതാണ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ദൈവം കാക്കട്ടെ എന്ന് പറയാമായിരുന്നു. എന്നാൽ യൗസേപ്പിതാവ്
ഏറ്റവും മനോഹരമായിട്ട് ആ അമ്മയ്ക്ക് പ്രസവിക്കുവാനുള്ള ഇടം ഒരുക്കി കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പ്രസവാനന്തരം ശിശുവിനെ കൊല്ലുവാനായിട്ട് ഹെരോദേസ് അന്വേഷിച്ചിരിക്കുന്നു. പ്രശ്നമാണ്. ആ കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. വീണ്ടും പ്രശ്നമാണ്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവർ ഈജിപ്തിൽ പാർത്തുകൊണ്ടിരിക്കെ വീണ്ടും അവരോട് വീണ്ടും തിരിച്ചു വരുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അത് പ്രവചനത്തിന്റെ പൂർത്തീകരണമായി നസ്രായൻ എന്ന് വിളിക്കപ്പെടുവാനായിട്ട് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ചവെക്കുന്ന സമയം, ആ സന്ദർഭത്തിൽ ശിമയോൻ പറയുകയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന്. ഭയാനകമായ വാക്കുകൾ. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, 12 വയസ്സിൽ ശിശുവിനെ കാണാതാകുന്ന അവസ്ഥ, 3 ദിവസം അന്വേഷിച്ചിട്ട് മാത്രം കണ്ടെത്തുന്ന അവസ്ഥ, യോസേഫ് പിതാവിന്റെ മരണം, യേശുവിനെ കൊല്ലുവാനായിട്ടുള്ള ഗൂഢാലോചനകൾ, അവന്റെ കുരിശു മരണം, ശിഷ്യന്മാരുടെ തല്ലിപ്പാർസലുകൾ, ഒറ്റിപ്പാർസലുകൾ, ഉപേക്ഷിക്കലുകൾ, ഇതെല്ലാം നസ്രത്തിലെ തിരുക്കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം നടുവിൽ ഒരു ഹൃദയത്തോടുകൂടി ഒരു മനവുമായിട്ട് മുന്നേറുന്ന യോസേഫ് പിതാവിനെയും പരിശുദ്ധ അമ്മയെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്ഷമയോടുകൂടി സ്നേഹത്തോടുകൂടി പരസ്പരം അംഗീകരിക്കുന്ന യോസേഫ് പിതാവിനെയും പരിശുദ്ധ അമ്മയെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കുടുംബം തിരുക്കുടുംബമാകണമെങ്കിൽ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദൈവ ഹിതത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും സാധിക്കണമെന്ന് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല മാതാപിതാക്കളായി തീരുവാനായിട്ട് സാധിക്കുമ്പോഴാണ് കുടുംബം തിരുക്കുടുംബമായി മാറുക. യോസേഫ് പിതാവിന്റെയും മാതാവിന്റെയും കുടുംബം നല്ല കുടുംബമായിരുന്നു. ആ മാതാപിതാക്കൾ നന്മ നിറഞ്ഞവരായിരുന്നു. സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, യോസേഫ് പിതാവ് നീതിമാനായിരുന്നു എന്ന്. അവൻ നീതിമാനായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് വ്യക്തതയുണ്ട്. യോസേഫ് പിതാവ് നല്ലവനായിരുന്നു എന്ന്. പരിശുദ്ധ അമ്മയെ കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, അവൾ നന്മ നിറഞ്ഞവളായിരുന്നു, ദൈവത്തിന്റെ കൃപ സമൃദ്ധമായിട്ട് അവളെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ നന്മ നിറഞ്ഞവളായിരുന്നു. പരിശുദ്ധ അമ്മയിലും യോസേഫ് പിതാവിനും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. സ്നേഹത്തിന്റെ നിറവിലാണ് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് യോസേഫ് പിതാവിനോട് പരിശുദ്ധ അമ്മ വ്യക്തമാക്കി കൊടുക്കുക. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുക, മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട എന്ന്. ഞാൻ പറയുന്നത് യോസേഫ് പിതാവ് ഗ്രഹിക്കും, മനസ്സിലാക്കുമെന്ന ഉത്തമ വിശ്വാസവും ബോധ്യവും പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, മറിയത്തെ അപമാനിതയാക്കാനായിട്ട് യോസേഫ് പിതാവ് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്ന്. നല്ല മാതാപിതാക്കളെ ഗുണങ്ങളാണ് സ്നേഹവും ബഹുമാനവും പരസ്പരം പങ്കുവെക്കുക. ഇത് നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന യോസേഫ് പിതാവിനെയും മാതാവിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവദൂതൻ പറയുകയാണ്, അവന് യേശു എന്ന് പേരിടണം. യോസേഫ് പിതാവ് ഉണർന്ന് ശിശുവിന് യേശു എന്ന പേര് നൽകി. ദൈവത്തോടുള്ള കൽപ്പനകൾ പ്രമാണങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലും ആ യോസേഫ് പിതാവും പരിശുദ്ധ അമ്മയും ഉത്സുകരായിരുന്നു. ദേവാലയത്തിൽ കൊണ്ടുപോയി കാഴ്ചവെക്കുന്നു, പരിച്ഛേദന കർമ്മം നടന്നു. ആണ്ടുതോറും ശിശുവിനെയും കൂട്ടി ജെറുസലേം ദേവാലയത്തിൽ പോകുന്നു. ഇതെല്ലാം ആ കുടുംബത്തിന്റെ നല്ല രീതിയിലുള്ള നല്ല മാതാപിതാക്കളുടെ ലക്ഷണങ്ങളാണ്. വീണ്ടും തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, യോസേഫ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ശിശു അപകടങ്ങളിൽ നിന്നും വിമുക്തമാകണമെന്ന ചിന്തയോടുകൂടി തന്നെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് ദൈവദൂതൻ ലഭിച്ചത് രാത്രിയാണ്. ആ സമയത്ത് തന്നെ ഉണർന്ന് ശിശുവിനെ കൊണ്ട് പലായനം ചെയ്യുന്ന യോസേഫ് പിതാവ് തിരിച്ച്
യോസേഫ് പിതാവിനെയും ഉണ്ണീശോയെ തിരിച്ചു കൊണ്ടുവരുന്ന യോസേഫ് പിതാവ്, പ്രവചനങ്ങൾ പൂർത്തീകരിക്കുവാൻ നസറത്തിൽ ചെന്ന് പറയുന്ന യോസേഫ് പിതാവ്, ശിശുവിനെ കാണാതായിട്ട് അന്വേഷിച്ചു പോകുമ്പോൾ പരസ്പരം പഴിചാരാതെ പോകുന്ന യോസേഫ് പിതാവും പരിശുദ്ധ അമ്മയും ഈശോമാരാണ് എന്ന് വ്യക്തമായ ബോധ്യമുള്ള യോസേഫ് പിതാവിനെ നമുക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്കും നിനക്കും എന്ത് എന്ന് 30-ാം വയസ്സിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ചോദിക്കുമ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, എന്റെ മകൻ ദൈവമാണ് എന്ന ബോധ്യം. ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുക, അവൻ പറയുന്നത് ചെയ്യുക എന്ന്. ഞാൻ പറയുന്നത് എന്റെ മകൻ അനുസരിക്കുമെന്ന ഉത്തമ വിശ്വാസവും ബോധ്യവും പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ഇവന് എല്ലാം സാധ്യമാണ് എന്ന ബോധ്യവും പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ഈ ബോധ്യങ്ങൾ ഉള്ള നല്ല മാതാപിതാക്കളായിരുന്നു യോസേഫ് പിതാവും മാതാവും. വീണ്ടും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നല്ല മക്കളായി തീരുവാനായിട്ടും സാധിക്കണമെന്ന്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമാണ് ഈശോ വളർന്നത് എന്ന് വീണ്ടും വീണ്ടും സുവിശേഷം ആവർത്തിക്കുന്നുണ്ട്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു. അല്പം കൂടി അടിവരയിട്ട് പറയുകയാണ്, നല്ല മക്കൾ തീർച്ചയായും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് വളരും. യേശു മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് വളർന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. അവൻ നല്ല മകനാണ് എന്ന് സൂചിപ്പിക്കുവാനായിട്ട് വീണ്ടും സുവിശേഷം രേഖപ്പെടുത്തുകയാണ്, അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്ന്. അവൻ നല്ല മകനായിരുന്നു എന്ന് സുവിശേഷം വീണ്ടും രേഖപ്പെടുത്തുകയാണ്. അവന്റെ മാമോദീസ വേളയിൽ സ്വർഗ്ഗം തുറന്ന പിതാവ് പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അവൻ നല്ല മകനാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ട് വീണ്ടും രൂപാന്തരീകരണ വേളയിൽ പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ ശ്രദ്ധിക്കുവിൻ എന്ന്. ആ നല്ല മകൻ തീർച്ചയായിട്ടും ആദ്യ അത്ഭുതത്തിൽ അമ്മ എനിക്കും നിനക്കും എന്തു എന്ന് ചോദിക്കുമ്പോഴും അമ്മയോട് വിധേയപ്പെടുന്ന മകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് കാനായിലെ കല്യാണത്തിൽ ആ നല്ല മകൻ കുരിശിന്റെ വേദനയുടെ നടുവിൽ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കാൻ നേരത്തെ പോലും അമ്മയെ മറക്കുന്നില്ല. അത് എന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ അമ്മയെ സംരക്ഷിക്കേണ്ടത്. അവർ അനാഥയായി പോകരുത് എന്ന് ആഗ്രഹിച്ച് അവർ ഒന്നും സംഭവിച്ചുകൂടാ എന്ന ചിന്തയുമായിട്ട് ഉത്തമ വിശ്വാസത്തിലും ബോധ്യത്തിലും കുരിശിന്റെ വേദനയുടെ നിറവിൽ അവൻ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിശുവിനെ വിളിച്ച് യോഹന്നാനെ വിളിച്ചു പറയുകയാണ്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. ഭരമേൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈശോയുടെ കുരിശു കടന്നതിന് ശേഷം ശിഷ്യന്മാർ ഓടി ഒളിച്ചു. എന്നാൽ അപ്പന്റെ വാക്കുകൾ അക്ഷരം പ്രതി അന്വർത്ഥമാകുമെന്ന ഉത്തമ വിശ്വാസവും ബോധ്യത്തിലും സെഖേയൂർശാലയിൽ അവരെ കൂട്ടിയോജിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിലായിട്ട്. സ്നേഹമുള്ളവരെ, നസ്രത്തിലെ തിരുകുടുംബം പോലെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവഹിതമാരായുമ്പോൾ നല്ല മാതാപിതാക്കളാകുവാനായിട്ട് യോസേഫ് പിതാവിനെ പോലെ പരിശുദ്ധാമ്മയെ പോലെ പരിശ്രമിക്കുമ്പോൾ, നല്ല മക്കളാകുവാനായിട്ട് ഈശോയെ പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ കുടുംബവും നല്ല കുടുംബമാകും. ദൈവം വസിക്കുന്ന കുടുംബമാകും, ദൈവം വളരുന്ന കുടുംബമാകും, ദൈവം അനുഗ്രഹിക്കുന്ന കുടുംബമാകും. അപ്രകാരമായി തീരുവാൻ ദൈവത്തിന്റെ കൃപ സമൃദ്ധമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് മനുഷ്യനായ കർമ്മ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഉണ്ണീശുവെ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പോലെ ഈ ഇടവകയുടെ ഓരോ കുടുംബവും പ്രതിസന്ധികളിലൂടെ രോഗങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അങ്ങേ ദിവ്യവചനങ്ങളിലൂടെ മധുര ചരകേട്ട് അവയെല്ലാം തരണം ചെയ്യാൻ വേണ്ട ശക്തി ഓരോരുത്തർക്കും പ്രദാനം ചെയ്യാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യ ഉണ്ണീശോയെ
മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നതുപോലെ ഞങ്ങളെയും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾക്ക് ജ്ഞാനം പകരുന്ന ഞങ്ങളുടെ മതബോധന അധ്യാപകർ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണ്ണിയേശുവേ, അങ്ങയുടെ കൃപയാൽ കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ ഇടവക അംഗങ്ങളായ നയിക്കുകയും പരിപാലിക്കുകയും അനുദിനം വിശുദ്ധ ബലി അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട വിനുവച്ചനെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സഭകളുടെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ പിതാവിന് വേണ്ടി, എറണാകുളം അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭാവന ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കാണാൻ കഴിയട്ടെ. Oh
മധ്യസ്ഥം നമുക്ക് നേടാം. നല്ല മാതാപിതാക്കളാകുവാൻ, നല്ല മക്കളാകുവാൻ ദൈവിക പദ്ധതികൾക്കനുസരിച്ച് വളർന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കുവാൻ ആവശ്യമായിട്ടുള്ളത് അങ്ങയുടെ ആദ്യമായ തിരുക്കുത്തി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിഹാരബോധത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് ആത്മീയതയാൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസി ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Thank you.
പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് ഭാവമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുക. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഉപദേശിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ പെറ്റ വിധം എന്നോട് ദൈവമേ. സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
എന്നേക്കും. ഞാൻ ചോദിച്ച എല്ലാം എനിക്ക് ലഭിക്കും എന്നാണ് വിശ്വാസത്തോടുകൂടി അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. സുഖസായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിങ്ങളോടുകൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ നിശ്ചയിപ്പിക്കുന്ന കർത്താവിന്റെ പാവനം അവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ.
അറിയിപ്പുകൾ. കഴിഞ്ഞ സ്വതരാഴ്ച 9,953 രൂപ, ഹിന്ദു കുർബാന 3,110 രൂപ. സെന്റ് അൽഫോൻസാസ് സെബാസ്റ്റ്യൻ കുടിയേറ്റങ്ങളുടെ കാശുമർപ്പണം 1,070 രൂപ. 4ാം ക്ലാസ്സിലെ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും 740 രൂപ. സെന്റ് ജൂഡ് കുടിയേറ്റ മാസവരി 2,700 രൂപ. ക്രിസ്മസ് കുർബാന 8,008 രൂപ. ഹിന്ദി കുർബാന 30,36 രൂപ. സെന്റ് അൽഫോൻസ കുടിയേറ്റരുടെ യോഗം ഇന്ന് 4 മണിക്ക് കുക്കു സെബാസ്റ്റ്യൻ കൊളാപ്പള്ളിയിലെ വസതി സമയമാണ്. 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 10:30 ആരാധന, വർഷാവസാന പ്രാർത്ഥന, തുടർന്ന് വിശുദ്ധ കുർബാന, തുടർന്ന് വർഷാരംഭ പ്രാർത്ഥനയും ആരാധനയും. 1-ാം തീയതി മറ്റൊരു കുർബാന ഉണ്ടായിരുന്നതല്ല. യേശുവിന്റെ വകകളെയും എത്തിക്കാമേ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യ പോലെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലരെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ